നമസ്കാരം. IPL ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ IPL ആവേശം കെട്ടടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും കാണുന്നത് ആദ്യം തലപ്പത്തിരുന്ന പലരും താഴേക്ക് വീഴുന്ന കാഴ്ചയും താഴെയിൽ നിന്ന് ഒരുപാട് പേർ മുകളിലേക്ക് വരുന്ന കാഴ്ചയുമാണ്. ഇനി ക്രിക്കറ്റ് പ്രേമികളുടെ IPL ശ്രദ്ധ കഴിഞ്ഞാൽ മുഴുവൻ ശ്രദ്ധ മാറ്റുന്നത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ വൈറ്റ് ബോൾ പരമ്പരയിലേക്കായിരിക്കും. പ്രത്യേകിച്ചും T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ T20 പരമ്പരയും ജൂൺ അവസാനത്തോടെ നടക്കാനിരിക്കുകയാണ്. അയർലൻഡുമായി അവരുടെ നാട്ടിൽ 2 T20കളിലാണ് ഇന്ത്യ ഏറ്റുമുട്ടുക. ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം സീനിയർ താരങ്ങൾക്കും വിശ്രമം നൽകി പുതിയ ലുക്കിലുള്ള യുവനിരയെയാണ് ഐറിഷ് ടൂറിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കുക എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഉൾപ്പെടെയുള്ളവർ ടീമിൽ കാണില്ല. പകരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആയിരിക്കും ടീമിനെ നയിക്കുകയെന്നും സൂചനകളുണ്ട്. IPLൽ വിവിധ ടീമുകൾക്കായി മിന്നുന്ന പ്രകടനം നടത്തിയിട്ടുള്ള ചില താരങ്ങളുടെ അരങ്ങേറ്റവും ഐഷിഷ് പാരണത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാകുമെന്നുകൂടി നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മുൻപ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ IPLുമായി ബന്ധപ്പെട്ട് തന്നെ പലരുടെയും തീരെ കരിയർ ഫോം അല്ലാത്ത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബുംറ അടക്കം ശരിക്കും പറഞ്ഞാൽ IPLൽ കളിച്ച നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. ബുംറ എന്ത് പറ്റി ഇങ്ങനെ കളിക്കുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ തുടരെ മത്സരങ്ങൾ കൊണ്ട് തന്നെ ഒരു ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാനുള്ള റെസ്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഇങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ആക്ടിവിറ്റിക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്നത് റെസ്റ്റ് തന്നെയാണ്. അത്തരത്തിൽ കൊടുക്കാതെ നമുക്ക് അവരെ കൊണ്ട് കളിപ്പിക്കാൻ സാധിക്കില്ല. സഞ്ജുവിന് കീഴിൽ ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് 11 എങ്ങനെയാകുമെന്ന് തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ കളിക്കും എന്നതാണ് അറിയേണ്ട ഒരു കാര്യം. യുവത്വത്തിന് പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാകും അയർലൻഡിലേക്ക് ഇന്ത്യ അയക്കുന്നത്. ഓപ്പണിംഗ് ജോഡികളായി ടീമിനായി കളിച്ചേക്കുക വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മയും വണ്ടർ കിട്ടായ വൈഭവ് സൂര്യവംശിയുമായിരിക്കും. നിലവിൽ T20 ടീമിന് വേണ്ടി മാത്രം കളിക്കുന്ന അഭിഷേകിന് ഐറിഷ് ടൂറിൽ വിശ്രമം നൽകാനിടയില്ല. കാരണം IPL കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് പിന്നെ ബ്രേക്കാണ് വേണ്ടത്. ജൂൺ 26-ന് തുടങ്ങുന്ന അയർലൻഡ് പര്യടനമാകുമ്പോഴേക്കും അഭിഷേകിന് കൂടുതൽ ഫ്രഷായി തിരിച്ചു വരാൻ സാധിക്കും. 15-കാരനായ വൈഭവ് ഈ പര്യടനത്തിലൂടെ സീനിയർ ടീമിനായി അരങ്ങേറുമെന്നും ഉറപ്പായിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനായി തുടരെ 2ാം സീസണിലും കസറുന്ന താരത്തെ എത്രയും വേഗത്തിൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് എടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അഭിഷേകും വൈഭവും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നായകൻ സഞ്ജു സാംസന്റെ തന്റെ ഓപ്പണിംഗ് റോൾ വിട്ടു നൽകിയേക്കും. പകരം 1 ഡൗണായി 3-ാം നമ്പറിലായിരിക്കും അദ്ദേഹം കളിച്ചേക്കുക. ഓപ്പണിംഗും 3-ാം നമ്പറും എല്ലാം സഞ്ജുവിന് ഒരുപോലെ യോജിച്ച റോളുകൾ തന്നെയാണ് എന്ന് പറയാം. അദ്ദേഹത്തിന് ശേഷം 4-ാമനായിട്ടാകും ഇഷാൻ കിഷന്റെ വരവെന്നുകൂടി പറയണം. ലോകകപ്പിൽ കസറിയ അദ്ദേഹത്തിന് ഈ പരമ്പരയിൽ വിശ്രമം നൽകാനുള്ള സാധ്യത കുറവാണ്. ശ്രേയസ് അയ്യരെ ഈ പരമ്പരയിലൂടെ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരികെ വിളിക്കുമോ എന്ന കാര്യവും സംശയമാണ്. പകരം രജത് പാട്ടിധാറിന് കോളത്തേക്കും IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി അദ്ദേഹം കസറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യക്ക് ടെസ്റ്റും ഏകദിനവും കളിച്ചിട്ടുണ്ടെങ്കിലും T20യിൽ രജത് ഇനിയും അരങ്ങേറിയിട്ടില്ല. ടീമിൽ 6 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ സീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി, ഫിനിഷറായി റിങ്കു സിംഗ്, സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയും കാണാം. സീനിയർ താരങ്ങളുടെ ഭാവത്തിൽ ഇവർക്കെല്ലാം കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന അവസരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്പെഷ്യൽ സ്പിന്നർ രവി ബിഷ്ണോയി ആയിരിക്കും. പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കാൻ അർസീപ് സിംഗും പിടികൂടുമ്പോൾ കൂട്ടിന് പുതുമുഖം ഫേസർ പ്രിൻസ് യാദവിനും കാണാൻ സാധിക്കും.